നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ചാത്തൻ എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തെയാണ്. നമ്മളുടെ വിശ്വാസപ്രകാരം 390 ചാത്തന്മാരാണ് നമ്മൾ ആരാധിച്ചു പോരുന്നത്. അത് പല കുടുംബത്തിലും പല രീതിയിൽ പല ചാത്തന്മാരും പല കാര്യങ്ങൾക്ക് വേണ്ടി പല സമ്പ്രദായ രീതികളിലും ആചരിച്ചു പോരുന്നു. ഇതിൽ ചാത്തന്മാരിൽ ഏറ്റവും മൂത്തവനായ കരിങ്കുട്ടി, അതായത് കാര്യസാധ്യത്തിന് കരിങ്കുട്ടിയും, അതുപോലെ ഏറ്റവും ഇളയ ചാത്തനായ കുട്ടിച്ചാത്തൻ, പിന്നീട് കുട്ടിച്ചാത്തൻ വിഷ്ണുമായ ചാത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവിടെ പ്രധാനമായിട്ടും മലബാർ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ വീടുകളിൽ പ്രധാനമായിട്ടും കരിങ്കുട്ടിച്ചാത്തൻ, പറക്കുട്ടിച്ചാത്തൻ എന്നീ ദേവതാ സങ്കല്പങ്ങളെയാണ് ആരാധിച്ചു പോന്നിരുന്നത്. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ കുടുംബത്തിൽ പ്രധാനമായിട്ടും പറക്കുട്ടിച്ചാത്തനെ വെച്ചിട്ടുള്ള ഒരു ആരാധനാ രീതിയാണ് ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ ഈ കാര്യസാധ്യം, അതായത് നമ്മുടെ ഏതൊരു കാര്യവും നല്ല കാര്യമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഞൊടിയിണയിൽ സാധിച്ചു തരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ചാത്തൻ എന്ന് പറയുന്നത്. ചാത്തൻ കുടുംബദേവനായിട്ടും കുടുംബത്തോട് ഒരുമിച്ചും യോജിച്ചും നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. പണ്ട് കാലങ്ങളിൽ കൃഷിയിടങ്ങളിലും മലമ്പ്രദേശങ്ങളിലും ഒക്കെ വെച്ചാരാധന നടത്തിയിരുന്ന ഒരു സങ്കല്പമാണ് ചാത്തൻ. ഈ ചാത്തനെ ആരാധിക്കുന്നതിലൂടെ നമ്മളുടെ ഏതൊരു ഉദ്ദിഷ്ട കാര്യവും പെട്ടെന്ന് നടന്ന് തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സ്വാത്വികമാവണം, നല്ല ഉദ്ദേശത്തോടു കൂടി വേണം, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം, മറ്റൊരാളുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടാവരുത് എന്നുള്ളത് വളരെ മുഖ്യമായ കാര്യമാണ്. കാരണം സത്യസന്ധതയുള്ളതും കൃത്യനിഷ്ഠയുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ചാത്തൻ. ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്. പലയിടത്തും നമ്മൾ ചാത്തൻ്റെ ബാധാദോഷങ്ങളെ പറ്റി കേൾക്കുന്നു. ചാത്തൻ ദുരിതങ്ങൾ, ചാത്തനെ കൊണ്ടുവന്ന് വീട്ടിൽ ആരാധിച്ചാൽ ദുരിതങ്ങൾ വരും, കഷ്ടതകൾ വരും എന്ന്, ചാത്തനൊരു ദുർമൂർത്തിയാണ് എന്നുള്ള ഒരു സംസാരം നമ്മുടെ നാട്ടിൽ പരക്കെ ഉള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ചാത്തൻ ഒരിക്കലും ഒരു ദുർമൂർത്തിയല്ല, മറിച്ച് ക്ഷിപ്രപ്രസാദിയും അതുപോലെ സ്വന്തം പിതാവായ മഹാദേവൻ്റെ സർവഗുണങ്ങളോടും കൂടിയ ഒരു ദേവതാസങ്കല്പമാണ് ചാത്തൻ. ചാത്തനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും ഉയർച്ചയും ഉന്നതിയും കുടുംബ ഐക്യവും കുടുംബത്തിൽ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. കരിങ്കുട്ടിച്ചാത്തൻ പ്രധാനമായിട്ടും കാര്യസാധ്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദേവതയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിലൂടെ കരിങ്കുട്ടിച്ചാത്തനെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വളരെ ലളിതമായ രീതിയിൽ ഒരു ആചരണ രീതി നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് നടത്താവുന്നതാണ്. അതിന് പ്രത്യേകമായിട്ട് വിഗ്രഹം വയ്ക്കുന്നതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. എന്നാലോ വിഗ്രഹം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പീഠത്തിൽ ഒരു കറുത്ത പട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ പൂക്കൾ കാര്യങ്ങളൊക്കെ വെച്ച് കരിക്ക് മൂട് വെട്ടി, അതായത് കരിക്കിൻ്റെ പുറകുവശം വെട്ടി തുളച്ച് അതിൽ തേനൊഴിച്ച് അവില്, മലര്, ശർക്കര, വറപൊടി, തമുക്ക് എന്ന് പറയുന്ന ഒരു നിവേദ്യം, അത് നമ്മൾ വളരെ അതായത് പഴവും വറപൊടിയും തേങ്ങ എന്നിവയെല്ലാം ചേർത്ത് ഒരു മിശ്രിതമായിട്ട് പൊടിച്ചുണ്ടാക്കുന്നതാണ്, ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അതൊരിക്കലും ഒരു ഇതാകരുത്, നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പൊടി പോലെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാവണം. ഇതെല്ലാം വെച്ചുകൊണ്ട്
ശനിയാഴ്ചകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ചയായിട്ടോ കർത്തവാവിനോ ഒക്കെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രധാനമായിട്ടും നമ്മുടെ പൂർവികരായിട്ട് ചാത്തന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലെ യശസ്, അഭിവൃദ്ധി, ഐക്യത, ആയുരാരോഗ്യ സൗഖ്യം എന്നിവ ഉണ്ടാവും. അതുപോലെ ചാത്തനെ പ്രാർത്ഥിക്കാൻ നമുക്ക് മന്ത്രങ്ങളോ ഇതോ അറിയണം എന്നില്ല. നമ്മൾക്ക് മറ്റൊരാളുടെ പ്രകാരം സംസാരിക്കുന്നുവോ അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉന്നയിച്ചാൽ സ്വാത്വികമായ, നേരത്തെ പറഞ്ഞു ഞാൻ, സ്വാത്വികമായ കാര്യങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.